ഹായ് നമസ്കാരം. അപ്പോൾ ആഗ്രഹിച്ചൊരു കാര്യം എപ്പോഴെങ്കിലും കൈവിട്ട് പോയെന്ന് കരുതി നമ്മുടെ ലൈഫ് അവിടെ തീർന്നു എന്ന് കരുതിയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇടവേളയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു കാര്യത്തിനായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യും. പക്ഷേ അവസാന നിമിഷം എന്താ വരുന്നത്? അത് ചിലപ്പോൾ കൈവിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും അതിന് ക്രെഡിറ്റ് എടുത്തിട്ട് പോകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നമ്മളപ്പോൾ എന്താ കരുതുക, നമുക്കിനി ഒന്നിനും കഴിയില്ല അല്ലെങ്കിൽ ഒന്നിനും നേടാൻ കഴിയില്ല എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. അവിടെയാണ് നമുക്ക് നമ്മുടെ മാനസിക കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും നിർണായക നിമിഷം അവിടെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഉദാഹരണം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം ഒരു ഫൈറ്റർ പൈലറ്റ് ആകാനായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പരീക്ഷയ്ക്ക് കേട്ടോ. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 9ാമതായി. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 8 പേർക്ക് മാത്രമായിരുന്നു സെലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വപ്നം തകർന്നു, അദ്ദേഹം കരഞ്ഞു. പക്ഷേ അവിടെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല, തളർന്നില്ല. അദ്ദേഹം ആ പരാജയത്തിൽ നിന്നും മെൻ്റൽ റിസൈലിയൻസ് നേടിയെടുത്ത് പിന്നീട് ഇന്ത്യയുടെ മിസൈൽ മാൻ ആകുകയും രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ മാറുകയും ചെയ്തു. അന്ന് അദ്ദേഹം പൈലറ്റ് ആയിരുന്നിരുന്നെങ്കിൽ നമ്മൾ പലരും, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ പൈലറ്റിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പരാജയം കൊണ്ട് അദ്ദേഹത്തെ ചരിത്രപുരുഷനാക്കിയത്, ആ പരാജയം കാരണമാണ് അദ്ദേഹത്തെ ചരിത്രപുരുഷനാക്കിയത്. അപ്പം നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാതിൽ അടയുമ്പോൾ ഓർക്കുക, വലിയൊരു വാതിൽ അല്ലെങ്കിൽ വലിയ അവസരം എവിടെയോ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സ് ഘടിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ തോൽവികളിൽ തളരരുത്. ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, നന്ദി.